എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം എൻ്റെ ഒരു സിനിമ റിവ്യൂ ആണ്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമ ഇന്നലെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് വിപിൻ ദാസ് ആണ്. വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്ത സിനിമകൾ മുമ്പും നമ്മൾ കണ്ടതാണ്. ഗുരുവായൂരമ്പലം നടയിൽ, ജയ 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 ഹേ, വാഴയിലെ തിരക്കഥ വിപിൻ ദാസ് ആണ്. ഇതേപോലെ ഇതിൻ്റെ റൈറ്ററും വിപിൻ ദാസ് തന്നെയാണ്. അപ്പോൾ വിപിൻ ദാസിൻ്റെ ചിത്രങ്ങളിലൊക്കെ ഗുരുവായൂരമ്പലം നടയിലായാലും ജയ ജയ ഹേയിലായാലും നമ്മളൊരു ഫീമെയിലിനെ കുറച്ചുകൂടെ ഡൊമിനൻ്റ് ആയിട്ട്, അതായത് ഒരു സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിനിമ തന്നെയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികളും. അതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഒരു സ്ത്രീപക്ഷം നിന്നുകൊണ്ട്, അതായത് സ്ത്രീകളെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു രീതിയിൽ ചെറിയൊരു എലമെൻ്റ് ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ അത്യാവശ്യം നല്ല കോമഡിയാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളായി പോയി കാണുക എന്നുള്ളതല്ല, അതിലുപരി നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കയറി പോയിരുന്ന് കാണുന്നു എന്നുള്ളൊരു രീതിയിൽ നല്ല സിനിമയാണ്. അതിൽ അനശ്വര രാജൻ, സിജു സണ്ണി, അതുപോലെ ജോമോൻ ജ്യോതിർ, അശ്വതി ചാന്ദ്, അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ്, വാഴ സിനിമയിലുള്ള അത്യാവശ്യം ആൾക്കാരൊക്കെ തന്നെ ഈ സിനിമയിലുണ്ട്. ഇതിൽ അനശ്വരയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അസീസ് നെടുമങ്ങാടിൻ്റെ മകളായിട്ടാണ്. അതിൽ അച്ഛനും മകളും അവർ രണ്ടുപേരും തന്നെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അസീസ് നെടുമങ്ങാടിൻ്റെ ക്യാരക്ടർ. അദ്ദേഹം ചെയ്തു വെച്ച സാധനം നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാനും കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ തിരുവനന്തപുരം സ്ലാങ്ങിലാണ്, തിരുവനന്തപുരം ഭാഗത്ത് നടക്കുന്ന ഒരു കല്യാണം പ്ലസ് മരണ വീട് എന്നുള്ളതാണ്. കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിൽ നടക്കുന്ന മരണം, അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ പോകുന്നത്. മല്ലികാ സുകുമാരനുണ്ട് ഇതിൽ. അത്യാവശ്യം നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ജോമോൻ ജ്യോതിറിൻ്റെ തമാശകളൊക്കെ തന്നെ അത്യാവശ്യം എല്ലാവരെയും ചിരിപ്പിച്ച് നല്ലൊരു ക്യാരക്ടറാണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ സിജു സണ്ണി, എനിക്ക് അശ്വതി ചാന്ദിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ അവരെ അതിൽ ചെയ്തു എന്നുള്ളതാണ്. അവർ കരയുന്ന സമയത്ത് നമുക്കൊക്കെ വളരെ ഇമോഷൻസ് നമുക്കതിലൂടെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും നന്നായിട്ട് ചെയ്തു വെച്ചു. മരണ വീട്ടിൽ നടക്കുന്ന കുറച്ച് തമാശകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സിനിമയാണ്. നമ്മുടെ മരണ വീട്ടിൽ എല്ലാവരും തന്നെ ആ ഒരു വിഷമത്തിൽ സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ എവിടെയായിട്ടൊക്കെ നടക്കുന്ന കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിയിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ബന്ധുമിത്രാദികൾ എന്ന് പറയുമ്പോൾ ബന്ധുക്കളും മിത്രങ്ങളും കൂടെ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സിനിമയായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അനശ്വര രാജന് പൈങ്കിളി സിനിമ വന്ന സമയത്ത് കുറച്ച് അധികം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. അതായത് ഓവർ ആക്ടിങ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ആ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ പൈങ്കിളി സിനിമ ഓർമ്മ വന്നു. പക്ഷേ അഭിനയം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല നമുക്ക് കുറച്ചുകൂടെ എൻഗേജിങ് ആണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ പക്ഷെ ഒരു കലക്കൻ പടം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളെ ഉള്ളിൽ തന്നെ ചില ചോദ്യങ്ങൾ വരും. അതെന്താ സ്ത്രീകൾക്ക് അത് ചെയ്താൽ എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ വരുന്ന ഒരു ക്ലൈമാക്സിലെ എൻഡിങ്ങും ഒക്കെ തന്നെ അസീസ് എന്ന് പറയുന്ന നടൻ അത്യാവശ്യം നന്നായി അത് കൈകാര്യം ചെയ്തു. നോബിയുടെ ക്യാരക്ടറും നല്ലതായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും ഫാമിലിയായി പോയി കണ്ട് ചിരിച്ച് ആസ്വദിച്ച് ചിന്തിച്ചിട്ട് വരാവുന്നൊരു സിനിമയാണ്. താങ്ക് യു.